കേന്ദ്രമന്ത്രിയും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് തേടി മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശോഭന നെയ്യാറ്റിൻകരയിലെത്തിയത് കണ്ടഭാവം വെക്കാതെയും പ്രതികരിക്കാതെയും CPM നേതൃത്വവും ശശി തരൂരും. നെയ്യാറ്റിൻകരയിൽ നടന്ന റോഡ് ഷോയിലും പ്രവർത്തകർക്ക് ആവേശമായി ശോഭന പങ്കെടുത്തിരുന്നു. അതിനിടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനില്ലെന്നും ശോഭന മാധ്യമങ്ങളോട് പറഞ്ഞു. മലയാളം പറയാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്നും താനിപ്പോൾ നടിയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാണെന്നും ശോഭന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ശോഭന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവെ സിനിമാ താരങ്ങളടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് BJPയുടെ നീക്കം. പ്രചാരണത്തിനായി ഇറങ്ങുന്നവരുടെ പട്ടികയിൽ മോഹൻലാൽ, ശോഭന, ബോളിവുഡ് താരങ്ങൾ, വിവിധ ഭാഷകളിലെ സംവിധായകർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന സംബന്ധിച്ചത് ഈ വാർത്തകൾക്ക് ബലമേകിയിരുന്നു. എന്നാൽ ശോഭനയ്ക്ക് പകരം രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥിയായത്. ശോഭന സ്ഥാനാർത്ഥിയാകുമെന്ന ഘട്ടത്തിൽ താൻ ശോഭനയെ ബന്ധപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥിയാകില്ല എന്നാണ് ശോഭന പറഞ്ഞതെന്നും തൻ്റെ അടുത്ത സുഹൃത്താണ് ശോഭന എന്നുമാണ് നിലവിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ശോഭന മലയാളികളുടെ പൊതുസ്വത്താണെന്നും BJP പാളയത്തിലേക്ക് ശോഭന പോകില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. തൻ്റെ രാഷ്ട്രീയവും നിലപാടും വ്യക്തമാക്കിയ ശോഭനയെ ഇനി CPM നേതൃത്വം പൊതുസ്വത്തായി കാണുമോ എന്നാണ് സൈബർ ഇടങ്ങളിലെ ചർച്ച. ഏറെ സൗഹൃദമുണ്ട് എന്ന് ശശി തരൂർ അവകാശപ്പെട്ട ശോഭന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിനെത്തിയതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ലെങ്കിലും അപ്രതീക്ഷിത തിരിച്ചടിയിൽ പതറാതെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ തീരദേശ മേഖല ലക്ഷ്യമാക്കി തരൂർ നടത്തുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.